വണക്കം. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. സത്യപ്രതിജ്ഞയ്ക്കുള്ള നേരവും കുറിച്ചു. പക്ഷേ മന്ത്രിമാർ ആരെന്ന ആകാംക്ഷ ബാക്കിയാണ്. കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരായിരിക്കും? 11 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ മന്ത്രിമാർ ആരൊക്കെയായിരിക്കും എന്ന ചർച്ച വളരെ സജീവമായി കഴിഞ്ഞു. ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധനായാൽ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് നൽകുമോ? അതും മറ്റൊരു കീറാമുട്ടിയായ പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നതിന് വി.ഡി. സതീശന് എതിർപ്പുണ്ടാകില്ല എന്ന് കരുതുന്നവരും കുറവല്ല. ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ വലിയ എതിർപ്പുകൾക്ക് ഇടമില്ല. കാരണം അവരുടെ മന്ത്രിമാരെ അവർക്ക് ഏതു സമയം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഇതിനകം നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ച RSP പോലുള്ള പാർട്ടികളുമുണ്ട്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും. അവരുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരെതിർപ്പിനും പിന്നീട് അത്തരം എതിർപ്പുകളൊന്നും പിന്നീട് ഉണ്ടാകില്ല എന്നതും വാസ്തവമാണ്. ചെറിയ ചെറിയ കക്ഷികൾക്കുള്ള മന്ത്രിമാരുടെ സ്ഥാനം അത് നേരത്തെ തന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു എതിർ ശബ്ദത്തിനുള്ള സ്കോപ്പുമില്ല. അത്തരം പ്രതിനിധികൾ ആ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നുമില്ല. ഇനി നമുക്കറിയേണ്ടത് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ എന്തൊക്കെ എന്നതാണ്. മന്ത്രി ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് UDF നേതൃത്വം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രി പദവിയും സ്പീക്കർ പദവിയുമാണ് കോൺഗ്രസിന് ലഭിക്കുക. കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയാൽ രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയുടെ ഭാഗമാകും. ആർക്കൊക്കെ എന്തൊക്കെ വകുപ്പുകളാകും ലഭിക്കുക? KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ വകുപ്പ് വിഭജനത്തിലടക്കം എന്തു നാടകീയതയ്ക്കാകും വഴിവെക്കുക? ഇതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് നേരവും കുറിച്ചു. ഇനി അറിയേണ്ടത് മന്ത്രിമാർ ആരൊക്കെ എന്നതാണ്. കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നതിലാണ് ഏറ്റവും പ്രധാനമായും ആകാംക്ഷ വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വിവിധ ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമുദായിക സമവാക്യമാണ്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പരിഗണനകൾ. ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴായിരിക്കും ഈ മന്ത്രിമാരെ കോൺഗ്രസ് തീരുമാനിക്കുക, പ്രഖ്യാപിക്കുക? ശ്രീജിത്ത്, നേരം കുറച്ചു കഴിഞ്ഞാലാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിലും UDFിലും തുടക്കം കുറിക്കാറുള്ളത്. കാരണം ഒരു ഡെഡ് ലൈൻ വെച്ച് ചർച്ച തുടങ്ങിയാൽ മാത്രമേ ഒരു ഡെഡ് ലൈനിന് മുമ്പ് ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരം കുറിച്ചു കഴിഞ്ഞാൽ ആ നേരത്തിന് മുമ്പെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതുകൊണ്ട് ഈ തീരുമാനമെടുക്കാനുള്ള സമ്മർദ്ദം എല്ലാ ഭാഗത്തുനിന്നും ഉരുണ്ടുകൂടും. അപ്പോൾ നേതാക്കന്മാർ ഘടകകക്ഷികളൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അതുകൊണ്ടാണ് നേരം കുറിച്ച ശേഷം ഈ ചർച്ച UDFിൽ ആരംഭിക്കുന്നതിന് കാരണം. കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് 21 അംഗ മന്ത്രിസഭയിൽ ലഭിക്കുന്നത്. അതാണ് 2011-16 വരെയുള്ള കാലത്തെ കീഴ്വഴക്കം. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം 12 പേരും സ്പീക്കർ പദവിയും 2011 ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കോൺഗ്രസ് എടുത്തു. അന്ന് G. കാർത്തികേയൻ ആദ്യ സ്പീക്കറായി, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു N. ശക്തൻ. അപ്പോൾ ചീഫ് വിപ്പ് സ്ഥാനമാണ് അന്നിട്ട് പിന്നീട് കേരള കോൺഗ്രസ് M-ന് നൽകിയത്. അന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഘട്ടത്തിലും കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാർ ഉണ്ടാകും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന പ്രശ്നത്തിനാണ് കോൺഗ്രസിന് ആദ്യം പരിഹാരം കാണേണ്ടത്. കാരണം കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടതോടെ കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ വലിയ പരിശ്രമത്തിലാണ്. ഇതുവരെയും ചെന്നിത്തല അയഞ്ഞിട്ടില്ല. ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ നൽകാം എന്നുള്ള വാഗ്ദാനം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടും രമേശ് ചെന്നിത്തല ഇതുവരെയും ഒരു
പരിഭവം മാറ്റാൻ അല്ലെങ്കിൽ അതൃപ്തി മാറ്റി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രശ്നം. ചെന്നിത്തലയെ മാറ്റി നിർത്തിയാൽ പിന്നീട് മന്ത്രിസഭയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷൻ ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ്. എന്നാൽ ഇവിടെ നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിലെ മന്ത്രിസ്ഥാനം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2-3 മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമുദായിക പ്രാതിനിധ്യമാണ്, മറ്റൊന്ന് ഗ്രൂപ്പ് സമവാക്യമാണ്, അടുത്തത് പ്രാദേശികമായ ഘടകങ്ങളാണ്. അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കണം, പ്രാദേശികമായ കാര്യങ്ങൾ പരിഗണിക്കണം, സമുദായ സമവാക്യങ്ങൾ പരിഗണിക്കണം. അപ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞ നേതാക്കന്മാരിൽ K മുരളീധരനും PC വിഷ്ണുനാഥും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ളവർ K മുരളീധരൻ അടക്കമുള്ളവർ ഒരു സമുദായത്തിൽ നിന്നുള്ളവരാണ്, നായർ സമുദായത്തിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും നായർ സമുദായ അംഗങ്ങളാണ്. അപ്പോൾ നായർ പ്രാതിനിധ്യം സഭയിൽ കൂടുകയാണെങ്കിൽ ഈ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞ K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ് എന്നിവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സ്പീക്കറായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പരിഗണിക്കുകയാണ് ഈഴവ പ്രാതിനിധ്യം. അങ്ങനെ വരുമ്പോൾ ബിന്ദു കൃഷ്ണ, M ലിജു, K ജയന്ത് തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം പ്രാതിനിധ്യവും ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആ കോട്ടയിലേക്ക് എത്തും. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് TJ വിനോദ്, M വിൻസെന്റ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിസഭയെ പറ്റിയുള്ള ഏറ്റവും പ്രധാന കാഴ്ചപ്പാട് മന്ത്രിസഭയ്ക്ക് ഒരു ഫ്രഷ്നെസ് വേണം, ഒരു പ്രസരിപ്പ് വേണം, യുവത്വം വേണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ആദ്യം സതീശന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര് VT ബൽറാമിന്റെ പേരാണ്. തൃത്താലയിൽ നിന്ന് വീണ്ടും ജയിച്ചു വന്നിരിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ മൊത്തം 3ാമത്തെ ടേമാണ്. സീനിയറായ ഒരു MLA ആയി കണക്കാക്കാവുന്ന നേതാവാണ്, യുവാവാണെങ്കിലും. അപ്പോൾ ബൽറാം ഉറപ്പായും മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയുള്ള ആളാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. T സിദ്ദിഖ് മലബാറിൽ നിന്ന് പരിഗണിക്കപ്പെടാവുന്ന ആളാണ്. എന്നാൽ ഷാനിമോൾ ഉസ്മാൻ കൂടി വരുമ്പോൾ സിദ്ദിഖിന് നറുക്ക് വീഴുമോ എന്ന കാര്യം സംശയമാണ്. ചെന്നിത്തല ഗ്രൂപ്പിൽ നിന്ന് പ്രാതിനിധ്യം നൽകണം എന്ന് വരുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത് തുടങ്ങിയവരുടെ പേരുകളും സജീവമായിട്ടുണ്ട്. എന്നാൽ 11 മന്ത്രിമാരെ നിശ്ചയിക്കാൻ കഴിയൂ. അതിൽ സാമുദായിക, പ്രാദേശിക, ഗ്രൂപ്പ് സമവാക്യങ്ങൾ വരുമ്പോൾ ഇവരിൽ എത്ര പേർക്ക് നറുക്ക് വീഴുമെന്ന് കണ്ടു തന്നെ അറിയണം. ലീഗിന് 5 മന്ത്രിമാർ എന്ന കാര്യം ഉറപ്പാണ്. അത് നാളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യും ഒപ്പം തന്നെ RSPക്കും CMPക്കും മന്ത്രിസ്ഥാനമുണ്ടാകും. കേരള കോൺഗ്രസ് അനൂപ് ജേക്കബ്, അതായത് ജേക്കബ് വിഭാഗത്തിലെ നേതാവ് അനൂപിന് മന്ത്രിസ്ഥാനമുണ്ടാകും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരെന്ന കാര്യത്തിൽ സാമുദായിക സമവാക്യങ്ങളും ഒപ്പം തന്നെ പ്രാദേശിക ഘടകങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും അനുസരിച്ചായിരിക്കും തീരുമാനത്തിലേക്ക് വരിക. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.